ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഇന്ത്യ പ്രോപ്പർട്ടീസ്. നമ്മുടെ ഈ ചാനലിൽ കൂടി നമ്മളൊരു പ്രോപ്പർട്ടി ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഗവൺമെൻറ്, വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, സബ് രജിസ്റ്റർ ഓഫീസ്, താലൂക്ക്, അങ്ങനെ തുടങ്ങി എല്ലാവിധ സ്ഥാപനങ്ങളിലും നിങ്ങളൊരു പ്രോപ്പർട്ടി ഡീലിങ്ങിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് കൊമേഴ്ഷ്യലായിക്കോട്ടെ, റെസിഡൻഷ്യലായിക്കോട്ടെ. അപ്പോൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ നാളെ ഒരു പ്രോപ്പർട്ടി ഡീലിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കേൾക്കുന്ന വാക്കുകളൊക്കെ ഒരു ഫെമിലിയർ ആവാൻ വേണ്ടിയാണ് ഇനി പറയുന്നത്. സോ നമുക്കിന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് തണ്ടപ്പേര്, അല്ലെങ്കിൽ എന്താണ് യുണീക്ക് തണ്ടപ്പേര്, എപ്പോഴൊക്കെയാണ് തണ്ടപ്പേരിൻ്റെ ആവശ്യകത, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് തണ്ടപ്പേര് നോക്കാം. അപ്പോൾ തണ്ടപ്പേർ നമ്പർ എന്ന് പറയുന്നത് റവന്യൂ റെക്കോർഡിൽ, അതായത് വില്ലേജ് ഓഫീസിൽ വസ്തു ഉടയന് അതിൻ്റെ ഉടമസ്ഥാവകാശം നൽകുന്ന ന്യൂമറിക്കലും ആൽഫബറ്റിക്കലോടും ചേർന്ന ഒരു നമ്പറിനാണ് തണ്ടപ്പേർ നമ്പർ എന്ന് പറയുന്നത്. കൂടുതലായും ന്യൂമറിക്കലായിരിക്കും, ആൽഫബറ്റ് ചില കേസിലൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം എന്താണ് യുണീക്ക് തണ്ടപ്പേര്? മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് 10 വസ്തു ഉണ്ടെങ്കിൽ 10 തണ്ടപ്പേർ നമ്പറായിരുന്നു ലഭ്യമാകുന്നത്. ഇപ്പം അത് മാറി ഈ 10 വസ്തു ഒറ്റ തണ്ടപ്പേർ നമ്പറിൽ ആയി, അതായത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒറ്റ തണ്ടപ്പേർ നമ്പറായിരിക്കും ഈ 10 വസ്തുവും അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു കോമൺ നമ്പറിനാണ് യുണീക്ക് തണ്ടപ്പേർ നമ്പർ എന്ന് പറയുന്നത്. അപ്പം നിലവിലത് പലയിടത്തും ആയി വരുന്നതേ ഉള്ളൂ. സർക്കാരിൻ്റെ റെക്കോർഡ് കിട്ടുന്നതനുസരിച്ചിട്ട് ആ വ്യക്തിയുടെ പേരിൽ അവരുടെ വസ്തുവെല്ലാം ഒറ്റ തണ്ടപ്പേരിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ഫ്യൂച്ചർ ഈ സിസ്റ്റത്തിലേക്ക് മാറും, ഈ യുണീക്ക് തണ്ടപ്പേർ നമ്പറിലേക്ക് മാറുന്നതാണ്. സോ ഇതുകൊണ്ടുള്ള ഗവൺമെൻറ്റുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഗവൺമെൻറ്റിനും മറ്റ് റവന്യൂ റെക്കോർഡിലും മറ്റും ഈ യുണീക്ക് നമ്പർ അടിക്കുമ്പോൾ തന്നെ ഈ വ്യക്തി ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ളതിൽ കൂടുതൽ വസ്തു കൈവശം വെച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മറ്റ് പല ആവശ്യങ്ങൾക്കും നമുക്ക് റവന്യൂ സൈറ്റിൽ ഈ യുണീക്ക് നമ്പർ അടിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഫുൾ വസ്തു എത്രയാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് യുണീക്ക് തണ്ടപ്പേർ നമ്പർ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായി തണ്ടപ്പേരിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്, നിങ്ങൾ വസ്തു കൈമാറ്റം ചെയ്യുമ്പോൾ, അതായത് വസ്തു സെയിൽ ചെയ്യുമ്പോൾ, മറ്റൊരാൾക്ക് സെയിൽ ചെയ്യുമ്പോൾ, അതുപോലെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ലോണിന് വേണ്ടി ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ, പിന്നീട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള, അതായത് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് അത് വരികയാണ്, നിങ്ങളുടെ ഭൂമി അക്വയർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഇത് ആവശ്യമായിട്ട് വരും. അതല്ല വേറെ എന്തെങ്കിലും തരത്തിൽ നഷ്ടപരിഹാരം സർക്കാരിന് ലഭിക്കണമെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ തണ്ടപ്പേർ നമ്പർ മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് തണ്ടപ്പേർ നമ്പർ എന്താണ്, യുണീക്ക് തണ്ടപ്പേർ നമ്പർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്കായി പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അനീഷ് തുളസീധർ. ബൈ.